ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് വരുന്നത് ഉടമ്പടി പ്രകാരമാണ്. പക്ഷേ ഏത് കാലത്താണ് ഉടമ്പടി വരണത്? കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കഷ്ടപ്പെടുന്നവരുടെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെയും പദ്ധതിയാണ് ഉടമ്പടി. അഥവാ കഷ്ടപ്പെടുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം വിഭാവന ചെയ്ത ദൈവത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടു വന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 2:24. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 2:24. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞ് ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. കഷ്ടപ്പാടും ദിനാരോധനവും ഉടമ്പടിയുമായിട്ട് കണ്ടിട്ടിരിക്കണേ. നമ്മൾ ഒരു ഉടമ്പടിയിലാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം തീർച്ചയായിട്ടും ഉടമ്പടി ഓർക്കും. പറഞ്ഞു മനസ്സിലായ? നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഉടമ്പടി കാണേണ്ടത്. നിങ്ങൾ ഈ IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും മകളെ കെട്ടിക്കാനും വേണ്ടി പെട്ടെന്ന് തരികയുടെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് വീണ്ടും നിങ്ങൾ പഴയ അതെല്ലാം കാര്യം കണ്ടു കഴിയുമ്പോൾ പഴയ ഉടായിപ്പായിട്ടൊക്കെ ജീവിച്ചാൽ നിങ്ങൾ ദൈവം ഓർക്കത്തില്ല. ഉടമ്പടി ഓർക്കാൻ പറ്റിയ ദൈവം ഓർക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ട്. ഉടമ്പടിയുടെ രണ്ടാമത്തെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓർമ്മയാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കണത് പലപ്പോഴും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഓർക്കും. കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം അത് ഓർക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കണമെങ്കിൽ ദൈവത്തിരുസന്നിധി ദൈവത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിയുടെ മക്കളെ ഞങ്ങളുടെ കഷ്ടതകളിൽ ഉടമ്പടി വഴിയായി കരുണ കാണിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംഗീതം 106:45 ഉടമ്പടി ഓർക്കുന്ന വിധം പറയുകയാണ്. ഉടമ്പടി ദൈവം ഓർക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ജീവിതം ക്രമീകരിച്ച് പോണത്? നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ദൈവം നമ്മുടെ ഉടമ്പടി ഓർക്കണം. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി ദൈവം ഓർക്കുമ്പോഴാണെന്ന് വീണ്ടും സങ്കീർത്തനം 106:45. 106-ാം സങ്കീർത്തനം 45-ാം തിരുവചനം. അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. പറഞ്ഞേ, അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഇവിടെ. ആ ദൈവത്തിൻ്റെ മനസ്സലിയിപ്പിക്കുന്ന ഒരു സാക്ഷ്യം. അതായത് അദ്ദേഹം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ കാരണം അദ്ദേഹത്തിന് മക്കളില്ല. മനുവിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, തീർത്ഥാടന ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടി. അദ്ദേഹം പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവിടെയാണ് വിഷയം. ദൈവം നിങ്ങളുടെ ഉടമ്പടി ഓർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മനുഷ്യന്മാർ ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്ന രീതികളുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി കമ്പ്യൂട്ടറെ കുത്തി എടുക്കാൻ പോവുകയാണ്. എടുക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തോട് ഓൺലൈനായിട്ട് ബന്ധപ്പെടാൻ പോവുകയാണ്, ദൈവം എന്നെ സഹായിക്കുമെന്ന് ആ മനുഷ്യൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അറിവ് കൊടുക്കുകയാണ്. നമ്മുടെ മനസ്സ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെങ്കിലേ നമുക്കറിയാൻ പറ്റും
അതൊരു അഭിഷേക ലെവലിൽ വന്നാൽ കിട്ടിയാൽ മതി. നമ്മളിത് കഴിഞ്ഞിട്ട് യൂസ് ആൻഡ് ത്രോ, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണില്ല, തിരക്കണില്ല. നമ്മൾ പഴയതുപോലെ പന്നിയുടെ ജീവിതമാണെങ്കിൽ നമ്മൾ ഓർക്കത്തില്ല. കാര്യം ഓർപ്പിക്കണതിൻ്റെ പ്രശ്നം ആ ഫാക്കൽറ്റിയും ഡിപ്പാർട്ട്മെൻറ്റും വേറെയാണ്. പരിശുദ്ധാത്മാവാണ്, അതാണ് വിഷയം. പരിശുദ്ധാത്മാവ് ഓർമ്മയുമായിട്ട് ബന്ധം. ഈശോ അത് പറയുന്നുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗാഡ് 16:26. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 നന്ദി കർത്താവേ. യേശുവേ നന്ദി. യോഹന്നാൻ 16:26 എടുത്ത്. യോഹന്നാൻ. എന്നാൽ ഇത് പറഞ്ഞേ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാണ്? സഹായകൻ. അപ്പോൾ എന്ത് സഹായമാണ് ചെയ്യണമെന്ന് താഴെയുണ്ട്, ശ്രദ്ധിക്കണം. പറഞ്ഞു, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ആ വ്യക്തി പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അത് ഓൺലൈൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ മനസ്സിൽ പരിശുദ്ധാത്മ പറയും, ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന മുമ്പ് തന്നെ നീ ദൈവത്തിന് വഴിയൊരുക്കണം, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥ ആത്മീയാവസ്ഥ ഉണ്ടാക്കണം. ഉടനെ അവൻ പോയി കുമ്പസാരിക്കാമല്ലോ. ഇയാൾ വേറൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാം, വീട്ടിൽ വന്നിട്ട് അച്ഛന്മാർ വീട് വഞ്ചരിക്കാൻ വന്ന രീതിയിൽ വീടെല്ലാം അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി, അതായത് വീടെല്ലാം നല്ല ക്ലീനാക്കിയിട്ടാണ് ഈ മനുഷ്യൻ തൻ്റെ മനസ്സും ക്ലീനാക്കി ആത്മാവിനും ക്ലീനാക്കിയിട്ട് തൻ്റെ പരിസരവും ക്ലീനാക്കിയിട്ടാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇടിച്ചുകുത്തി ബോധ്യം ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഇതാണ് നിൻ്റെ വഴി, ഇത് കർത്താവ് ഈ ലൈനിൻ്റെ അപ്പുറത്തുണ്ട്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്. അതായത് ഈ ഒരു ഭക്തി നമുക്ക് വേണം. ഇതൊരു ഉടമ്പടിയുടെ ഒരു ഭക്തിയാണ്. ഒരു മനുഷ്യൻ ഓൺലൈൻ ഉടമ്പടിയോട് കാണിച്ച ഭക്തിയാണ്. തീർത്ഥാന ഉടമ്പടി എടുത്തിട്ട് പോലും 2 മാസമായിട്ട് കുമ്പസാരിക്കാത്ത പന്നികളുണ്ട്, അത് വേറെ വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ചെന്നപ്പോൾ അച്ഛൻ കണ്ടില്ല, കുറേ ഉടായ്പ പറയും. അവിടെ അച്ഛൻ കണ്ടില്ല, അവിടെ ചെന്നപ്പോൾ നിറച്ച ആളായിരുന്നു, ഇങ്ങനെയൊക്കെ ഓരോ ഉടായ്പ പറയും. ഇതൊന്നും ഏക്കത്തില്ല. നിന്നെ പന്നിയായിട്ട് ദൈവം ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇത്രയും നാളായിട്ട്, കാര്യം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ്. അതിന് ദൈവത്തിന് പ്രാധാന്യമില്ലാതെ നിൻ്റെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെ കുമ്പസാരമില്ല, വിശുദ്ധീകരണം ഇല്ലാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതുമാത്രം ആൾക്കാരാണ്. വെറുതെ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. മറ്റ് നടപടികളൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ താഴെ സംഭവങ്ങളെല്ലാം ഇരിക്കണമെന്ന് വിചാരിച്ചിരിക്കണം. എന്നുവെച്ചാൽ ഇതാണ് ചെയ്യാൻ ഈസി, മറ്റൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു കഥയുമില്ല. ഇത് സത്യമായ, നിങ്ങൾക്കറിയാമല്ലോ, കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത കാരുണ്യമാണ് ഉടമ്പടി. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. പുറപ്പാട് 3 2:24
Read it again. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാട് 2:24. പുറപ്പാട് 2:24. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അതായത് ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ നമുക്കറിയാമല്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ നിലവാരം 90 ദിവസത്തേക്കല്ലത്. അതിൻ്റെ അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമാണ്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തെ ബേസ് ചെയ്ത് ഉടമ്പടി ചെയ്യുമ്പോഴാണ് ആ 90 ദിവസമായി വരുന്നത്. ഒരു വ്യക്തിക്ക് ദൈവം നിത്യമായി നിലനിൽക്കുന്ന കാരണം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് വസ്തു ഇടപാടുണ്ടെങ്കിൽ ആ ഉടമ്പടിക്കൊക്കെ ഡേറ്റ് ഉണ്ട്. കാര്യം അയാളും ചാവും നിങ്ങളും ചാവും. പക്ഷേ മരിക്കാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോഴപ്പോൾ എന്നേക്കും എന്നാണ് പറയണത്. എന്നേക്കും. കാര്യം മരിക്കാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ മരിച്ചു ഉടമ്പടി കാലഘട്ടപ്പെട്ട് പോകും. കൊള്ളാം, കല്യാണം ഒരു ഉടമ്പടിയല്ലേ, വിവാഹം ഒരു ഉടമ്പടിയല്ലേ. സെൻറ്റ് പോൾ എന്താ പറയണത്? ഭാര്യ ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ ഉടമ്പടി നിലനിൽക്കുന്നില്ല. അപ്പോഴെന്ത് സംഭവിച്ചാൽ ഉടമ്പടിയുടെ രീതി അനുസരിച്ച് ദൈവം ഓർക്കേണ്ട ഒരു സിറ്റുവേഷനിൽ പരിശുദ്ധാത്മ നിറഞ്ഞ് നീ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? കാര്യം ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്. ഉടമ്പടിയേക്കാൾ വലുതായിട്ട് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം എത്രയോ സൂപ്പർ ഇൻ്റലിജൻ്റിൽ ഏറ്റവും ടോപ്പായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത്. അതുകൊണ്ടാണ് ഇത് ആദ്യകാലം മുതലേ നിലനിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ, അവിടെ നമ്മുടെ കൃപാസന വാദിക്ക് ഡെപ്യൂട്ടി ചെയ്തിരിക്കണില്ലേ, ഉൽപ്പത്തി പുസ്തകം മുതൽ കുർബാന വരെ 10 ഉടമ്പടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത് മനുഷ്യരാശിയോട്. അപ്പോൾ ഉടമ്പടിയാണ് ഏറ്റവും ടോപ്പ് സംഭവം. ഉടമ്പടി എന്നുവെച്ചാൽ ഇനി നമ്മൾ ഉടമ്പടി ചെയ്തു, നമ്മുടെ കാലഘട്ടത്തിൽ ആ ഉടമ്പടി ചെയ്ത അത്രയും കാലം നമ്മൾ കൃത്യമായിട്ട് നിന്നു. പക്ഷേ നമുക്ക് കഷ്ടപ്പാട് വരികയാണെങ്കിൽ നിൻ്റെ ഉടമ്പടിയെ, പണ്ട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിനക്ക് കഷ്ടപ്പാട് വരുന്ന കാലത്ത് നീ ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടായാൽ മതി. ആ മനുഷ്യൻ്റെ കണ്ട് പനുവിൻ്റെ പറയുന്നത് അവന് ഭക്തിയാണെന്നല്ല. എന്താ ഭക്തി? അവൻ ഉടമ്പടി ചെയ്യാൻ, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോകണമെന്ന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ തന്നെ പോയി അഭിഷേകത്തിനെ കണ്ട് തൻ്റെ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ മാപ്പാക്കാൻ പ്രാർത്ഥിച്ചു, മാപ്പ് മേടിച്ചു, വീട്ടിൽ വന്ന് വീടടിച്ച് വാരി എല്ലാം ക്ലിയർ ചെയ്ത്. സാക്ഷ്യത്തിൻ്റെ പോക്കതാണ്, അതിൻ്റെ ലെവലതാണ്. വെച്ചാൽ ഓരോ മനുഷ്യന്മാർ ഇപ്പം ഞങ്ങളെ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ക്ലാസ് കൊടുക്കാൻ കാര്യം? ഞാൻ എല്ലാ ദിവസവും ധ്യാനിപ്പിക്കുന്നുണ്ട് അല്ലേ, എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ് കാര്യം? ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് പേർക്കെങ്കിലും. ഞാൻ ഉച്ച കഴിഞ്ഞ് വന്ന ആൾക്കാർ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. ഞങ്ങളിവിടെ 2:30 തന്നെ ക്ലാസ് അവസാനിപ്പിച്ച് കളയും. കാര്യം ഉച്ച കഴിഞ്ഞ് വന്നത് അംഗവും കാണാം, താളിയും പറിക്കാൻ, അളിയനെയും കാണാം, ആലപ്പുഴയും പോകാമെന്നൊക്കെ പറഞ്ഞ് കറങ്ങി തെഞ്ഞ് ഒടിഞ്ഞ് മടങ്ങി വരുന്ന ആൾക്കാരില്ലേ, അവന്മാർ നമ്മൾ ഇതിനകത്ത് കൂട്ടണില്ല. കാര്യം അവരിതിൻ്റെ സെക്കൻഡായിട്ടാണ് ഇത് കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുടെ കൂടെ ഒരു സംഭവം കൂടി എടുത്തേക്കാമെന്ന് പറഞ്ഞ് പോയി കാണുകയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒന്നാമത്തെ രാവിലെയുള്ള ഉടമ്പടി, 10:30 ഉടമ്പടി, 2 മണിക്കുള്ള ഉടമ്പടി, അതിന് ഞങ്ങൾ ആവശ്യമായ ക്ലാസ്സും നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ക്ലാസ്സില്ല. കാര്യം ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ്. കാര്യം ഇത് നമ്മളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊന്ന് ഓടിത്തിരിഞ്ഞാൽ, ഇപ്പോൾ ഈ മനുഷ്യൻ എന്താണ്, ഉടമ്പടിയുടെ ഭക്തിയാണ് അദ്ദേഹത്തിന്. കാര്യം ഞാൻ എൻ്റെ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ലെവായുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലേ, എന്താണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ലേവ്യ 11:44. ലെവായ പുസ്തകം 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. അതാണ് സംഭവം. ദൈവം പരിശുദ്ധനായ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു അതർ കക്ഷിയാണ്. ദൈവം ഒരു കക്ഷി, നിങ്ങളൊരു കക്ഷി. അപ്പോൾ നിങ്ങളാരായിരിക്കണം? നിങ്ങളും പരിശുദ്ധരായിരിക്കും. ആ ഓൺലൈൻ ഉടമ്പടിക്കാരൻ അതാണ് ചെയ്തിരിക്കുന്നത്. അയാൾ ആ വിശുദ്ധി സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സഭ നിഷ്കർഷിക്കുന്ന മാർഗ്ഗങ്ങൾ അവലംബിച്ച് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്ന് കർത്താവ് വീട്ടിലേക്ക് വരുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടായതുകൊണ്ട് വീടെല്ലാം ചവറെല്ലാം മാറ്റി ചപ്പെല്ലാം മാറ്റി
അടിച്ച് വൃത്തിയാക്കി മേനയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. അപ്പം അത്രയും ഭക്തിയാണത് കാണിക്കുന്നത്. ഭക്തി വന്നാലുള്ള ഗുണം എന്താ? ഭക്തി വന്നു കഴിഞ്ഞാൽ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ബന്ധമുണ്ട്. കാര്യം ഇപ്പം നമ്മൾ വായിച്ചില്ലേ, എന്താണ് എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ മാതാവ് അമ്മയും പറഞ്ഞത്. ലുക്ക 1:50, ലുക്ക 1:50. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 1:50 അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അപ്പോൾ ഭക്തരുടെ മേലാണ് ഈ കരുണ വർഷിക്കണത്. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? കരുണയാണ്. അതേത് കാലത്താണ് വരണത്? കഷ്ടകാലത്താണ്, കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം നമുക്ക് കാരുണ്യം തരണത്. കഷ്ടപ്പാടുണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ മെരിറ്റുകൾ പോകുമ്പോഴാണ് കഷ്ടപ്പാടുണ്ടാകുന്നത്. നമുക്ക് കഷ്ടപ്പാട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? മെരിറ്റ്. ഇപ്പോൾ ആ 2 കോടി കടം വന്നത് എങ്ങനെ? മെരിറ്റ് പോയി, പ്രളയം വന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം അന്യാധീനപ്പെട്ടു പോയി, കഷ്ടപ്പാടായിപ്പോയി, മെരിറ്റ് പോയി. അപ്പോഴാണ് അദ്ദേഹം ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണെങ്കിലും വീണ്ടും വന്ന് 2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് എടുത്ത ഉടമ്പടിയാണ്. പക്ഷേ കടക്കാർ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ഉടമ്പടി പ്രമാണം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വീണ്ടും വരികയും, അതാണ് ഭക്തി എന്ന് പറയുന്നത്. അത് വിശ്വാസമാണ്. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടൊന്നും നടന്നില്ലല്ല, ഞാൻ എന്തിനാ ഇനിയും കൊണ്ട് പിന്നെ പത്തനംതിട്ടുന്ന ആലപ്പുഴ വരേണ്ടത്, വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ ഇരിക്കുക. അതാ വിഷയം. അപ്പോൾ പന്നിയുടെ ഒരു ബുദ്ധിയാണുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. ഒരു ഭക്തൻ്റെ ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ വിഷയം മാറും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സത്യസന്ധരായിരിക്കണം ദൈവതിരുസന്നിധിയിൽ. അതേസമയം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഭക്തി ഉണ്ടാകണം. അമ്മ എന്താ പറയണത്? ലുക്ക 1:50 എന്താ വായിച്ചു കേട്ടത്? അവിടുത്തെ കാരുണ്യം പറഞ്ഞേ, അവിടുത്തെ കാരുണ്യം തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ദൈവത്തിന്റെ കാരുണ്യം തലമുറകൾ തോറും. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്തുജിനോ ഇല്ലേ? ക്രിസ്തുജിനോ എന്ന് പറഞ്ഞില്ലേ? ആദ്യം കോവിഡ് വന്ന് A+, A1, A2 പരീക്ഷയ്ക്ക് കോവിഡ് വന്ന് അത് കുളമായി. B1, B2 പരീക്ഷയ്ക്ക് കൽക്കട്ടായി പോയപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ച് ആശുപത്രിയിലായി. പരീക്ഷ എഴുതാൻ ആശുപത്രിയിൽ നിന്ന് വന്ന അവസ്ഥ വന്നു. കാര്യം തളർന്ന് തടി പോലെ കിടക്കില്ലേ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവർ ഇത്രയും മെരിട്ടെല്ലാം പോയി, കഷ്ടപ്പാടായി. പിന്നെ എങ്ങനെയാണ് ഇവൾ ജയിച്ചത്? ഇതൊന്നുമില്ലാത്ത ആൾക്കാർ, ഒരു കോവിഡും ഇല്ല, ഒരു ഫുഡ് പോയ്സണും ഇല്ലാത്ത ആൾക്കാർ 5 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കണില്ലല്ലോ. ഈ ക്രിസ്ത്യജനെ എങ്ങനെ ജയിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ? ഒറ്റ കാരണമേ ഉള്ളൂ, അവൾ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അടുത്ത അമ്മയാണ്, അവളെടുത്തിട്ടില്ല. പക്ഷെ ആ ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു. അതാണ് പ്രശ്നം. അമ്മയെടുത്ത ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾക്ക് ആ വിശ്വസിക്കുമ്പോൾ അവൾക്ക് ആ ഷെയർ കിട്ടും. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അവൾ സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉറപ്പായി, അത് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ. അത് ആ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അവൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. പക്ഷേ എന്താ സംഭവം? അമ്മ ഉടമ്പടി എടുത്ത് എങ്ങനെ ക്രിസ്റ്റിക്ക് കിട്ടണം? എങ്ങനെയാണ്? അത് മാതാവിൻ്റെ ഈ വെളിപാടാണ്. സങ്കീർത്തനം 103:18 വായിച്ചില്ലേ? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 103 സങ്കീർത്തനം 17 തിരുവചനം. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അമ്മ പറയണത്, പരിശുദ്ധമ്മ പറയണത്. ലുക്ക 1:50 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്നുള്ള സംഭവം. അതായത് സങ്കീർത്തനം 103:17 കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെത് അമ്മയ്ക്ക് കിട്ടിയ വെളിപാട് എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേലെന്നാക്കി. അത് അമ്മയാക്കിയതാണ്. അമ്മയാക്കിയതല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞതാണ്. എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. അപ്പോൾ തലമുറ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യജനയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അതാണ് അവൾക്കുടെ മകൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ പേരക്കിടാവിനും കിട്ടിയെന്ന് വരും. പക്ഷേ പേരക്കിടാവിന് കിട്ടാനുള്ള സാധ്യത കൃപാസനത്തിൽ ഇല്ല. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഇപ്പോൾ ഒരു കള്ളത്തരം തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ വന്ന് അമ്മയെ ഇവിടെ ഡംപ് ചെയ്യും. ആദ്യം 65-67 വയസ്സുള്ള അമ്മയെ കൊണ്ടുവന്ന് മരുമക്കൾ ആരെങ്കിലും ഡംപ് ചെയ്യും. എന്നിട്ട് അവർ ആലപ്പുഴ ബീച്ചിൽ പോകും. നിങ്ങളൊന്ന് സന്ധ്യ ചെയ്യണേ. ചില ഓരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്.
അപ്പനും മകനും മരുമകളും കൂടി കൊണ്ടുവന്നിട്ട് അമ്മയെ 77 വയസ്സുകാരെ അമ്മയോട് ഡംപ് ചെയ്യും ആദ്യം. എന്നിട്ട് ഇവർ ആലപ്പുഴ ബീച്ച് കറങ്ങാൻ പോകും. അതൊക്കെ മുമ്പ് അവർക്ക് പ്രായം കുറവാണല്ലോ, അവർ പോയി ഉടമ്പടി പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കും അവരുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉടമ്പടി എടുക്കണതാരാണ്? ഇവർ ആലപ്പുഴ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക, ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട അമ്മ ഇതിൻ്റെ അകത്ത് മുകളിൽ കയറി ഉടമ്പടി എടുക്കും. പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ അമ്മയെ പിടിക്കും. അവിടെ ആളെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ, ഇങ്ങനെ കള്ളത്തരം കാരണം ആളെ നിർത്തിയിട്ടുണ്ട് അവിടെ. 67 വയസ്സ് മുകളിൽ കയറാൻ പോലും ആവതില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുത്താൽ ഇവർ ഉടമ്പടി ഒരു കാര്യവും ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ ഇവരെ കൊണ്ട്, ഈ പ്രായമായ അമ്മച്ചിയെ കൊണ്ട് ആരോ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടേക്ക് ഒന്ന് അവരെ കയ്യോടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊടുത്തിട്ട് പുറം തിരിച്ച് വാങ്ങിക്കും. എന്താ കാര്യം? ഉടമ്പടി സീരിയസ് ആണ്. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് വിശുദ്ധീകരിക്കാൻ കഴിയില്ല. അവർക്ക് വെള്ളം അടിക്കുക, സ്മോൾ അടിക്കുക, കറങ്ങി കിടക്കുകയൊക്കെ ചെയ്യണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെല്ലാം പറ്റുന്ന ഒരാളെ വീട്ടിൽ ഒരു നേർച്ചക്കോഴിനെ വെച്ചിരിക്കുകയാണ് അമ്മാമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് കൈ നനയാതെ ഒരു പണിയും നടക്കത്തില്ല. കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് സത്യസന്ധത എന്നൊരു സംഭവമുണ്ട്. സത്യസന്ധത. അപ്പം ഒന്നാമത് വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങളാണ് സംബന്ധിച്ചുള്ള അത് സമ്മതിച്ചു തരത്തില്ല. കാര്യം ഞങ്ങൾക്ക് കിട്ടിയ നോട്ടെന്ന് പറയണത് ഉടമ്പടി ചെല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അത് ആരാണ്? ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ പറയണതല്ല. ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് തന്നെ കിട്ടിയിട്ട് അവരെന്ത് മനോഹരമായിട്ടാണ് ആ സംഭവങ്ങൾ ചെയ്യണത്. എന്ത് രീതിയിലാണ് ക്വാളിറ്റിയായിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഉടമ്പടി ചെയ്ത് തലമുറകൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് പുറപ്പാട് പുസ്തകം 2:24 അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് എന്റെ ഉടമ്പടി ഓർക്കുന്ന ദൈവമേ, ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ കാരുണ്യം തലമുറകൾ തോറും ആർജിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേല് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ആത്മാവിലെന്നോടും നിഴലിടണേ, ആഴത്തിലെന്നോടും നിഴലിടണേ, ആത്മാവിലെന്നോടും നിഴലിടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും നിഴലിടണേ, ആത്മാവിലെന്നോടും നിഴലിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം ഉടമ്പടി ചെയ്യണതെന്നും ഉടമ്പടി അനുസ്മരിക്കണമെന്നുള്ള വചനത്തിലാണ് നമ്മൾ എത്തിയത്. ഇപ്പം ലാസറിൻ്റെ അവസ്ഥ എന്താണ്? ലാസറിൻ്റെ കുടുംബത്തിനും കഷ്ടപ്പാടിൻ്റെ കാലം വരുമ്പോൾ കർത്താവ് എന്താ പറയണത് അതിനെക്കുറിച്ച്? അവിടെ ആണും തൂണും തുണയുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് രോഗബാധിതനായി മരണപ്പെടാൻ പോകുന്നത്. ആ ഒരു കഷ്ടപ്പാടിൻ്റെ കാലത്ത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ കമൻ്റ് എന്താണ്? ഈശോ കഷ്ടപ്പാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മഹത്വത്തെക്കുറിച്ചാണ്. കഷ്ടപ്പാട് കാണുമ്പോഴേ കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുമെന്ന് പറയും. കഷ്ടപ്പാട് കാണുമ്പോഴേ അവിടുന്ന് മഹത്വത്തെക്കുറിച്ച് അനുസ്മരിക്കാം.
നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11:4 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 11:4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അതാണ് യോഹന്നാൻ 11:4. അപ്പം ലാസറിൻ്റെ മരണം നമുക്കറിയാം ഏക വരുമാന മാർഗമാണ്. ആണും തുണയുമായ വീട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് മരിച്ചു പോകാനുള്ള രോഗം വരുന്നത്. പക്ഷേ ഈശോ എന്നാ പറയണത്? ഈ രോഗം മരണക്കാരണമല്ല, മറിച്ചെന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനും പിന്നെ എന്താണ്? തദ്വഴി തൻ്റെ ഏകജാതൻ മഹത്വപ്പെടാനും വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ ഈ മനസ്സ് ഓരോ ഭക്തനും ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടി ഭക്തൻ എന്ന് വെച്ചാൽ ദൈവസ്നേഹമുള്ളവന്, അല്ലാതെ ഭക്തിപാരവശ്യം കാണിച്ച് താഴെക്കിടന്ന് ഉള്ളണമെന്നല്ല അർത്ഥം. ദൈവത്തോടും വിശ്വാസത്തോടും തൻ്റെ വിശുദ്ധിയോടുമൊക്കെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം വീടടിച്ച് വാരിയതൊരു ഭക്തകൃത്യമാണ്. അദ്ദേഹം കർത്താവ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടടിച്ച് വാരി വൃത്തിയാക്കിയത് ഒരു ഭക്തകൃത്യമാണ്, ഭക്തികൃത്യമാണത്. ഒരു ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഷ്ടപ്പാട് വന്നാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മ ഇല്ലെങ്കിൽ നീ എന്ത് പറയും? ഓ, ഇതെൻ്റെ വിധിയാണെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നീ എന്ത് പറയും? നമ്മുടെ വീട് ഇവിടെ നമ്മൾ ഇത് സ്ഥലം ആരോട് വാങ്ങിച്ചതല്ലേ, ഇതൊക്കെ പണ്ടിവിടെ മരിച്ചടക്കമുണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കണമെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഇവിടെ കൂടെ തേരോട്ടം ഉണ്ടെന്നാണ് പറയണമെന്ന് പറയും. ഇത് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടിന് പല മണ്ടത്തരങ്ങളും സങ്കല്പങ്ങളും നമ്മൾ സൂക്ഷിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ എന്ത് പറയും? അതാണ് വ്യത്യാസം. ലോകാത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ വ്യത്യാസം അതാണ്. ഞാൻ നാട്ടിൽ നമ്മുടെ സ്ഥലം ഒരു ഫ്ലോക്ക് സ്കൂൾ ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു മതിൽ കെട്ടി, ഒരു പേര് കെട്ടി. അപ്പോൾ അയൽവാസി വന്ന് ഞാൻ അവിടെ ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞ്, അച്ഛാ, ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ആണ്, അതിന് ഒരു 10-20 അടി അകലെ എന്നാണ് പറമ്പ് പോണത്, അവിടെ നിന്ന് ഷീറ്റ് വെയിൽ പോണത്. അപ്പോൾ അച്ഛൻ ഒരു ദൂരം വിട്ട് തരുവാന്ന് ചോദിച്ചു. കാര്യം ഇത് വീടിൻ്റെ വാതിക്കൽ വെയിൽ വന്നു കഴിഞ്ഞാൽ വീടിനത് ദോഷമാണ്. അപ്പോൾ പിന്നെ അവരുടെ വീട്ടിൽ വരുന്ന ഓരോ പ്രശ്നത്തിനും ഈ വെയിലാണ് പ്രശ്നം കാരണമെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതുപോലെ നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടപ്പാടിനും എന്തോ മാനുഷികമായിട്ടുള്ള ഇടപെടലാണ്, അല്ലെങ്കിൽ വേറെ അസർപ്പകമായിട്ടുള്ള എന്തോ ഇടപെടലാണെന്ന് വെച്ചാൽ എന്ന് നീ പറഞ്ഞാൽ, ഇനി വിധിയാണെന്ന് പോലും നീ പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നീ നയിക്കപ്പെടുന്നത് പക്ക ലോകാരൂപിയിലാണെന്ന് അർത്ഥം. ലോകാരൂപി നയിച്ചാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ അവൻ മാത്രമേ വരുമാന മാർഗമുള്ളൂ, 2 പെങ്ങന്മാരുണ്ട്, അവിടെ ജീവിതം അനാഥപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈ രോഗം മരണകാരണമല്ല. പിന്നെന്താണ്? ഇതിൽ പിതാവ് ദൈവം മഹത്വപ്പെടുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ഏകജാതനും. അപ്പോൾ ഒരു വിഷയം, ഒരു കഷ്ടപ്പാട് വന്നാൽ ദൈവം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നു. അപ്പോൾ നമ്മളെന്താ ഓർക്കേണ്ടത്? ദൈവം മഹത്വപ്പെടാൻ സമയമായെന്ന് ഓർക്കണം. പിടികിട്ടിയ ഉടമ്പടി രീതി അതാണ്. ഒരു ഇടക്കേട് സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്ക് സങ്കടമാണ് വരണമെങ്കിൽ ഉടനെ ദൈവവേദനെ നീ ഓർക്കണം. എന്താണ്? ദൈവം ഇതുവഴി മഹത്വപ്പെടാൻ സമയമായെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം 11:4 പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ രോഗവിശേഷം കേട്ടപ്പോൾ തന്നെ അത് ദൈവമഹത്വത്തിന് കാരണമാകുമെന്ന് വിവേചിച്ചതുപോലെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെയും കഷ്ടപ്പാടിന്റെ കാലത്ത് ദൈവമഹത്വം കരയേറ്റാൻ പോകുന്നതിനെ അനുസ്മരിക്കാൻ ആവശ്യമായ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കഷ്ടതയുടെ കാലങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ച് നിന്നെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയും ദൈവാനുസ്മരണവും. ഉടമ്പടിയും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിലെല്ലാം ഒരേ പരിസരങ്ങളിലുള്ള ദൈവാനുഭവമാണ്. ഉടമ്പടി ഉണ്ടായാൽ ദൈവം അനുസ്മരിക്കും. ദൈവം ഉടമ്പടി അനുസ്മരിച്ചാൽ ദൈവം അടയാളം കാണിക്കും. അടയാളം കാണിച്ചാൽ ആ അടയാളത്തിലൂടെ ദൈവം മഹത്വപ്പെടും. നമ്മുടെ കഷ്ടപ്പാട് മാറും. കഷ്ടപ്പാടും ഉടമ്പടിയും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഷ്ടപ്പാടും ദൈവ മഹത്വവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2:24 ഒന്നൊരു വായിച്ചേ. പുറപ്പാട് 2:24 ഒന്നൊരു വായിച്ചേ. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ദീനരോദനം ശ്രമിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ ആ ഉടമ്പടി ഓർമ്മിച്ചിട്ടാണ് അതിൻ്റെ പ്രകാരം വീണ്ടും മോശസുമായിട്ട് ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഉടമ്പടി ചെയ്യുന്നത്. എബ്രാഹിമിക് ഉടമ്പടി, യാക്കോബിന് ചെയ്ത ഉടമ്പടി, അതിനുശേഷം ദൈവം പിന്നെ ചെയ്യുന്നത് ജോഷുവായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം മോശസുമായിട്ട് ഉടമ്പടി ചെയ്യും. മോശസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ വലിയ മഹത്വത്തിൻ്റെ ഒരു കാലമാണ് വിരിയാൻ പോകുന്നത്. ഒരു മഹത്വത്തിൻ്റെ വസന്തകാലം. അതിൻ്റെ അടയാളം കാണിക്കും. ഈ ഉടമ്പടിയിൽ എന്തെല്ലാം മഹത്വ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ അടയാളം ആദ്യമേ അത് കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. അബ്രാഹത്തിൻ്റെ ഉടമ്പടിയെ ഓർത്തു, ഇസഹാക്കിൻ്റെ ഉടമ്പടിയെ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്യണത് എന്താണ്? മോശസുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. മോശസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? തൻ്റെ സീനായി മലമുകളിൽ ദൈവം മഹത്വരൂപനായി എഴുന്നള്ളും. കത്തിച്ചൊലിക്കുന്ന അഗ്നിയുടെ പ്രാഭവത്തിൽ പുറപ്പാട് 24:17 ശ്രുതികട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 24:17. പുറപ്പാട് 24:17 മലമുകളിൽ എന്ന് പറഞ്ഞ മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് മഹത്വത്തിലാണ്. ഉടമ്പടിയും കഷ്ടപ്പാടും ഉടമ്പടിയും മഹത്വവും കണക്കിന് പോണതാണ്. സാക്ഷ്യം ഇവിടെ അങ്ങനെയല്ല സംഭവിക്കണത്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്യുന്നു, ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് സാക്ഷ്യം പറയുന്നു. അങ്ങനെ ഇത് കണക്റ്റഡാണ്. കഷ്ടപ്പാടും ഉടമ്പടിയും. കഷ്ടപ്പാട് കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ അടുത്ത നടപടി എന്താണ്? ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? ദൈവമഹത്വം. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ്. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാക്ഷ്യം പറയാതെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന എങ്ങാനും നിങ്ങൾക്ക് തോന്നിയാൽ അത് പിശാച് തോന്നിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ നമുക്കറിയാവില്ല. ഞാൻ എപ്പോഴും പറയും, ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. ഇനിയും നിങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. നാളെ കാലം ദൈവതിരുസേനി വരുമ്പോൾ എല്ലാം കുളവാകും. കാര്യം ദൈവത്തിന് അറിയാം നിങ്ങൾ ഉടായ്പാണ്, കള്ളവാണ്. സ്വന്തമായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, സാക്ഷ്യപ്പെടുത്താതെ ചുളിവിൽ മുങ്ങി നടക്കത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യത്തിൻ്റെ മുങ്ങൽ വിദഗ്ധന്മാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ച് അധികം നീന്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ കൈയും കാലം തളരാൻ സാധ്യത ഉണ്ടാകും. വെറുതെ അതാണ് ഞാൻ ആലപ്പുഴ വന്ന് എന്തിനാണ് പണി മേടിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നതിൻ്റെ കാര്യം. അല്ല, ഉടമ്പടി വെച്ചാൽ ലൈറ്റ്നിങ് പോലെയല്ല എക്സ്പീരിയൻസ്. പക്ഷേ അതുപോലെ തന്നെ നീ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടാം. കാര്യം ഇതിൻ്റെ ക്രമം അങ്ങനെയാണ്. ആദ്യം കഷ്ടപ്പാട്, പിന്നെ ഉടമ്പടി, പിന്നെ മഹത്വം. ഇപ്പോൾ തന്നെ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ മഹത്വത്തിൻ്റെ മലയിൽ ദൈവത്തെ ഒന്നിനു വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
പുറപ്പാട് 24:16. പുറപ്പാട് 24, 16, 17. കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. അന്ന് പറഞ്ഞ കർത്താവിന്റെ മഹത്വം സിനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോഴേ മഹത്വം കാണപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഉടമ്പടി. ഉടമ്പടി മഹത്വമായി ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ മുമ്പാണ് മഹത്വം വെളിവാകണത്. ഇത് ഏത് മഹത്വമാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വമാണ്. ഈ മഹത്വമാണ് യേശുക്രിസ്തുവിലേക്ക് വഴിഞ്ഞ് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലേക്ക് ഈ മഹത്വമാണ് വഴിഞ്ഞ് ലഭിക്കുന്നത്. അതാണ് ലൂക്ക യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയും. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ കറക്റ്റ് ഉടമ്പടി, മരിയൻ ഉടമ്പടിയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവം? സീനായ് മലമുകളിൽ കണ്ട ദൈവത്തിൻ്റെ വെട്ടിത്തിളക്കവും മഹത്വത്തിൻ്റെ വെട്ടിത്തിളക്കവും, ആ തിളക്കം തന്നെ വചനം, ആ വചനം തന്നെയാണ് മാംസമായി നമ്മുടെ ഇടയിൽ ക്രിസ്തുവായി ജനിക്കണത്. ആ ക്രിസ്തുവിൽ വിളങ്ങണത് എന്താ? പിന്നെ പിതാവിൻ്റെ എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1:14. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പം പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വം, ഈ മഹത്വമാണ് പത്രോസ് മറുരൂപ മലയിൽ കാണുന്നത്. മറുരൂപ മലയിൽ കർത്താവ് മഹത്വപ്പെട്ടില്ലേ? നമ്മൾ 2 പത്രോസിൻ്റെ 1:17-18 കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 1:17. 2 പത്രോസ് 1:17. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. ഏകജാതന്റെ ആ മഹത്വമാണ്, പിതാവിൻ്റെ മഹത്വമാണ് മറുരൂപമലയിലെ ഏകജാതനിൽ നമ്മൾ കാണുന്ന രൂപാന്തരീകരണം വരെ സംഭവിക്കുന്നത്. ഈ മഹത്വം ഏകജാതൻ യോഹന്നാൻ 1:14 പറയുന്ന ഏകജാതനിലെ മഹത്വമാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ, മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന മഹത്വം. എന്താ കാര്യം എന്നറിയാമോ? ഈ ഏകജാതൻ്റെ മഹത്വം പുറപ്പാട് 24:17 മഹത്വം, യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വം, 2 പത്രോസിൻ്റെ 1:17 മറുരൂപമായി ഈശോ അനുഭവിച്ച ആ ദൈവിക പ്രാഭവ മഹത്വം, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാനായിൽ കാണുന്നത്. കാനായിൽ എന്താ കാണുന്നത്? കാനായിലെ കൽഭരണിയിലെ ഉടമ്പടിയുടെ പ്രമേയം അതാണല്ലോ. കാനായിലെ കൽഭരണിയിലെ ആ ജലവിധാനത്തെ നിഴലിച്ച് വെള്ളത്തെ വീഞ്ഞാക്കുന്ന മഹത്വം എന്താ? അതിന് അടയാളം എന്നാ പറയുന്നത്, മഹത്വത്തിൻ്റെ അടയാളമാണ്. വീഞ്ഞാകുന്ന അത്ഭുതം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ്. നീ ഉടമ്പടിയിൽ ഒരു അനുഭവം നിനക്കുണ്ടായാൽ അത് മഹത്വത്തിൻ്റെ അടയാളമാണ്. അതാണ് യോഹന്നാൻ 2:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്ന് പറഞ്ഞ യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് കാനായിലെ അത്ഭുതം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത് അറിയാവോ? എവിടുന്നാണ് തുടങ്ങിയത്? കഷ്ടകാലത്ത് ദൈവം മനുഷ്യൻ്റെ ഉടമ്പടി ഓർക്കുന്നു.
പഴയ ഉടമ്പടി ഓർത്തുകൊണ്ട് പുതിയ ഉടമ്പടി അവനുമായിട്ട് പുതുക്കിക്കൊണ്ട് മോശത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ മഹത്വമാണ് ഏകജാതൻ ലഭിക്കുന്നത്. ആ ഏകജാതൻ്റെ മഹത്വത്തെ മനുഷ്യൻ്റെ നന്മയ്ക്കും കണ്ണീരിന് പരിഹാരമായിട്ട് ഒരു കുടുംബത്തിന് അപമാനം സംഭവിക്കാൻ പോകുന്ന വീഞ്ഞില്ലാത്ത കാനായിലെ കല്യാണ അവസരത്തിൽ അവിടെ കണ്ണുനീർ തുടക്കാൻ വേണ്ടി ഈ ഏകജാതൻ്റെ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയായിട്ടാണ് മറിയം അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം മറിയം ആരാണ്? മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാണ്. കൈയടിച്ച് കർത്താവിനോട് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.